എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മുടെ അമ്മ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പച്ച മാങ്ങ. അപ്പം മാങ്ങയാണെങ്കിൽ അച്ചാറിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാങ്ങ. അതിനിടയ്ക്ക് ആക്സിൽ വന്നിട്ട് ഭയങ്കര ഷോയാണ് ഇവിടെ കിടന്നുകൊണ്ട് മാങ്ങയും പിടിച്ചുകൊണ്ട്. അവനൊരു മാങ്ങ കൊടുത്തു, അല്ലാണ്ട് അവൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ അവിടെ തന്നെ ഇരിക്കുവാണ് മാങ്ങയ്ക്ക് കാവലായിട്ട്. അപ്പം അങ്ങനെ ഇരുന്ന് ഓരോരോ മാങ്ങ അധികമൊന്നുമില്ല കേട്ടോ, ഒരു 5-8 മാങ്ങയേ ഉള്ളൂ. അധികം മാങ്ങയൊന്നുമില്ല. ഇപ്പോഴാണെങ്കിലും ഒട്ടും മാങ്ങയില്ലല്ലോ, നമ്മുടെ ഇവിടെയൊന്നും മാങ്ങയില്ല കേട്ടോ. ഒരു സ്ഥലത്തും മാങ്ങയില്ല. മാങ്ങയ്ക്ക് ഭയങ്കര ക്ഷാമമാണ്, പിടിച്ചു പറിയാണ് മാങ്ങയ്ക്ക്. അപ്പോൾ അച്ചാറെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അച്ചാർ. അപ്പോൾ ഒരു കറിയില്ലെങ്കിലും അച്ചാറുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ പറ്റും. അപ്പം പണ്ട് ഞാനാണെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിലും എനിക്ക് ഏത് കറി ഉണ്ടെങ്കിലും അച്ചാർ ഭയങ്കര ഇങ്ങനെ എടുത്ത് കൂട്ടുന്ന ടീമാണ് കേട്ടോ. ഇപ്പോഴും അതെ. ഇപ്പം അതിന് അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയും, ഇങ്ങനെ അച്ചാർ കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, എന്നാ നമ്മുടെ മാങ്ങ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു വെളുത്തുള്ളി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, ഇത് ജസ്റ്റ് ഒന്ന് വലിയധികം പൊളിക്കാനും നിൽക്കണ്ട, ഇവിടെ സമയമില്ല. അതിൻ്റെ പുറത്തത്തെ തൊലികളെല്ലാം പൊളിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിന് ചെറിയൊരു തൊലി കാണുമല്ലോ, അത് നമ്മൾ ജസ്റ്റ് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചാൽ മതി, അപ്പോൾ അത് കറക്റ്റായിട്ട് അത് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇത് കിണഞ്ഞ് പരിശ്രമിച്ച് ഇത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞാനൊരു മണ്ടത്തരം കാണിച്ചു, അത് ഞാൻ പറഞ്ഞു തരാം. അമ്മ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ മന്ദം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അമ്മ അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്, ആക്സൽ അതിന് കാവലിരിക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ മിക്സിക്കകത്ത് ജസ്റ്റ് ഇട്ടൊന്ന് ഇത് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അമ്മ എന്നോട് പറഞ്ഞത് ജസ്റ്റ് ഒരു കറന്നൊരു സംഭവം ആക്കാനേ പാടുള്ളൂ എന്ന്. പക്ഷേ ഞാൻ എന്നാ കാണിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വീഡിയോ ഇത് മിക്സിക്കകത്ത് നമ്മളിങ്ങനെ ആക്കുന്ന വീഡിയോ എടുക്കാൻ പോയി. ആ ഒരു സമയത്ത് കറന്നുള്ളത് കുറച്ച് കൂടി അങ്ങോട്ട് പോയിട്ട് നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് നല്ലോണം അരഞ്ഞു പോയതുപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ആണെങ്കിൽ മിക്സി അടിച്ച പേരത്തിന് അമ്മയോടെ ഇരുന്ന് വലിയ അച്ചത്തിൽ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, ടീ നിർത്തടി എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാനതൊന്നും കേട്ടില്ല. അപ്പം അത് കഴിഞ്ഞ പേരത്തിന് പിന്നെ എനിക്ക് പെരുന്നാളായിരുന്നു ഇവിടെ. അപ്പം നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള ബാക്കി 2 പച്ചമുളകും പിന്നെ നമ്മുടെ കരിയാപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധങ്ങളൊക്കെ ഉള്ള ആളാണ് കേട്ടോ. ഇന്ന വലുപ്പത്തിൽ വേണം, ഇന്ന ഷേപ്പിൽ വേണം മുളക്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മേൻ്റെ കൂടെ നമ്മൾ അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അമ്മ നമ്മളെ പറപ്പിക്കും. ഞാൻ പറയും, ഏത് ഷേപ്പിലായാലും എന്നാ സൈസിലായാലും നമുക്ക് ഇത് കഴിക്കാൻ തന്നെയല്ലേ, ഇതിലിപ്പോൾ സൈസിലും ഇതിലൊന്നും കാര്യമില്ല എന്ന് ഞാൻ പറയും. പക്ഷെ അമ്മ പറയും, നീയാണ് തീരുമാനിക്കുന്നത്, അതിനകത്തൊക്കെ കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇതിൻ്റെ പേരിൽ കൊമ്പ് കോർക്കാറുണ്ട്. അപ്പം അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചക്ക അരിയുവാണെങ്കിലും അതിന് കറക്റ്റൊരു ഇതൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ അക്കാര്യം പറഞ്ഞുകൊണ്ട് അമ്മയും ഞാനും എപ്പോഴും വഴക്കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ മാങ്ങ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അധികം വലിയ പരിപാടികളൊന്നുമില്ല, പെട്ടെന്നുള്ളൊരു അച്ചാറിടലാണ്. ഇതേ സമയത്ത് നമ്മുടെ ആക്സലാണെങ്കിൽ ഇവിടെ ഒരു മാങ്ങ കൈ കിട്ടിയിട്ടുണ്ട്, അത് വെച്ച് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പൻ്റെ കസേരയാണിത്, പണ്ടത്തെ ടൈപ്പ് കസേര. ഇതിനകത്തിട്ട് അവൻ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനകത്തൂടെ മേളിൽ നിന്ന് താഴോട്ട് ഉരുട്ടിയിടുക, അതാണ് ഇപ്പോൾ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങനെയെങ്കിലും കളിച്ചോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ മാങ്ങ അരിയുന്നതിൻ്റെ ഇടയിലോട്ട് വരും. അപ്പോൾ അവൻ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് നമ്മളവൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട്. അന്നേരത്തിന് അവനാണെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കാണുമ്പോഴത്തേന് അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് മാങ്ങ എടുത്ത് ഒറ്റ എറിയുവാണ്. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ കേട്ടോ. ഇതിനിടയ്ക്കാണ് ഞാൻ ഓരോരോ പരിപാടി ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ മിക്സിക്കകത്ത് ഇപ്പോൾ വെളുത്തുള്ളി അരച്ച് വെച്ചതിൻ്റെ ഡോസ് കിട്ടിയിട്ട് ഞാനവിടെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഈ ഒരു കോലത്തിലായിപ്പോയി. അപ്പോൾ ഇങ്ങനെയല്ല, ജസ്റ്റ് അതിൻ്റെ ഒരു ഇത് ആകാൻ വേണ്ടിയിട്ടാണ് അമ്മ എനിക്കോട് മിക്സിക്കകത്താക്കാൻ പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ പോലെ പൊളിച്ചിട്ടാൽ മതി.
ഇതാവുമ്പോൾ പെട്ടെന്നാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പം നമ്മൾ ചീനച്ചട്ടിക്കകത്താണ് നമ്മൾ നമ്മുടെ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തോട്ട് ഇനി നമ്മൾ കുറച്ച് കടുക് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ച് കടുകിട്ടു. അപ്പം കടുക് പൊട്ടി വരുമ്പോഴത്തേനും ഇനി നമ്മളുടെ അടുത്ത പരിപാടികളുണ്ട്. ഞാൻ അമ്മയോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴേ ഞാൻ പറയുമ്പോഴേ ഇതൊക്കെ ഇടാവുള്ളൂ, ഇതൊക്കെ കാണിക്കാവുള്ളൂ എന്ന്. പക്ഷെ അമ്മ അതൊന്നും കേൾക്കാറില്ല കേട്ടോ. അമ്മേൻ്റെ ഇഷ്ടത്തിന് അമ്മയ്ക്ക് കറക്റ്റ് സമയമാകുമ്പോൾ അമ്മ അത് ഇടും. ഞാൻ എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ലയോ ഇതൊന്നും അമ്മ നോക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, കരിയാപ്പില ഈ സംഭവങ്ങളൊക്കെ അമ്മ അതിനകത്തോട്ട് ഇട്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് കളറ് മാറി അതിൻ്റെ ഒരു പച്ച ഇതൊക്കെ മാറി കഴിയുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ അടുത്ത പരിപാടി ചെയ്യണം. അപ്പോൾ നമ്മൾ മാങ്ങ ഏകദേശം കണ്ടോ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും അമ്മ എന്ത് ചെയ്തു, പൊടിയിട്ടു. നമ്മുടെ അച്ചാർ പൊടി നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത്, അതും കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് അതൊന്ന് മൂത്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കുക, അല്ലെങ്കിൽ വലിയ ഫ്ലെയിമിലാണെങ്കിൽ കരിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇനി വെള്ളം ഒക്കെ ഒന്ന് മിക്സാക്കി ആവശ്യത്തിന് എത്രയാണോ നമ്മുടെ അച്ചാറിന് വെള്ളം വേണ്ടേ, അതിനൊരു ചാറ് വേണ്ടേ, അപ്പം അതിനനുസരിച്ച് ഇതിടുക കേട്ടോ. നമ്മൾ മാങ്ങയ്ക്കകത്തോട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കല്ലുപ്പാണ് ഇട്ടത്. അമ്മയ്ക്ക് കല്ലുപ്പാണ് അമ്മേൻ്റെ ഒരു വശം, അതുകൊണ്ട് അമ്മ കല്ലുപ്പിട്ടു. അപ്പം നമുക്കൊന്നും അതറിയത്തില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ആ ഒരു മാങ്ങേൻ്റെ നമ്മുടെ ആ ഒരു ചാറ് ഇവിടെ റെഡി ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കളർ കണ്ടോ, അടിപൊളിയായിരിക്കും. അപ്പം ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ മാങ്ങാച്ചാറ് തന്നെ കൂട്ടി ചോറുണ്ണും കേട്ടോ. ഒരു തവി ചോറും 4 തവി അച്ചാറും കൂട്ടുന്ന ടീമാണ്. അതിൻ്റെ പേരിൽ എപ്പോഴും അടി കിട്ടാറുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ചാറ് തിളച്ചിട്ട് നമ്മളത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ഈ മാങ്ങ ഇടുള്ളൂ. അല്ലെങ്കിൽ തിളച്ച് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് പോകും. വെന്ത് പോയാൽ പിന്നെ ഇതിങ്ങനെ വെന്ത് പോയാൽ എന്താ സംഭവിക്കുകയെന്ന് അറിയാമല്ലോ, അതിങ്ങനെ അളിഞ്ഞു പൊളിഞ്ഞ പോലെ ആയിപ്പോകും. അപ്പം നമ്മളത് തണുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഈ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ ഇട്ടത്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ആ ഒരു ചാറിനകത്തോട്ട് മുക്കി വെക്കുവാണ് നമ്മുടെ മാങ്ങയെല്ലാം. പിന്നെ അത് തന്നെ കുറച്ച് ദിവസം ആകുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ഉപ്പും പുളിയും എരിവൊക്കെ ഇതിന് പിടിച്ചോളും കേട്ടോ നമ്മുടെ മാങ്ങയിലേക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇത്രയും സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ മാങ്ങ അരിയുന്നൊരു പണി മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മുടെ വിചാരം അച്ചാറിടാൻ വേണ്ടിയിട്ട് എന്തോ വലിയ സംഭവങ്ങളൊക്കെ കാണിച്ചു കൂട്ടാനുണ്ട്, കുറേ എന്തൊക്കെയോ സാധനം വേണമെന്നൊക്കെയാണ് നമ്മുടെ വിചാരം. പക്ഷേ ഒരു സാധനവും വേണ്ട, ആകെ ഈ അരിയുന്ന ഒരു സമയം മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. ബാക്കി എല്ലാ പരിപാടികളും ഷടപടേന്ന് കഴിയും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മാങ്ങ വീഡിയോ. അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര, ഞങ്ങളിതിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അമ്മ അത് ഭയങ്കര വിദഗ്ധമായി എന്തൊക്കെയോ പ്രൊസീജിയറുകളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് കേട്ടോ. കറക്റ്റ് നല്ല സെറ്റപ്പാക്കി നമ്മുടെ മാങ്ങാച്ചാറിന് റെഡി ആക്കുന്നുണ്ട് കേട്ടോ. അതന്നെ എല്ലാത്തിനെയും ആ ചാറിനകത്തോട്ട് മുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മളൊരു നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കിയ ഒരു കുപ്പിക്കകത്തോട്ട് അല്ലെങ്കിൽ ഭരണിക്കകത്തോട്ടൊക്കെ ഇട്ട് വെക്കുക. അന്നേരം തന്നെ കൂട്ടിയാലും ഒരു രസം ഉണ്ടാകത്തില്ല. ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങാച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.